ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ഷാമിലെ ഗവർണറാണ് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു. സുബ്ഹാനല്ലാഹ്. ഒരു ദിവസം മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉമറിന്റെ ആ ഷാമിന്റെ ഗവർണറുടെ വീട്ടിലൊന്ന് പോയി. ഭരണാധികാരിയായിരിക്കുമ്പോ നമ്മളെല്ലാവരും ഒരൽപ്പം ഭരണം കിട്ടുമ്പോ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാകണ്ട, രാജ്യത്തിന്റെ ഏറ്റവും വലിയ നേതാവാകണ്ട, ഈ പഞ്ചായത്തിന്റെയോ ഈ ലോക്കൽ കമ്മിറ്റിയുടെയോ ചെറിയ ഒരു സംഘടനയുടെ നേതാവായി പോയി കഴിഞ്ഞാൽ നമ്മുടെ ഖൽബിന്റെ ഉള്ളിൽ കിബറാണ്. ജനങ്ങൾ എന്നെ സെലക്ട് ചെയ്തല്ലേ, അത് എന്റെ ക്വാളിറ്റി കൊണ്ടല്ലേ, അത് ക്വാളിറ്റിയല്ല, റബ്ബിന്റെ പരീക്ഷണമാണ്. അധികാരങ്ങളെങ്ങാനും കയ്യിലുണ്ടെങ്കിൽ മനുഷ്യരെ ചോദ്യം കൂടും. ഭാര്യയുണ്ട്, മക്കളുണ്ട്, വീടുണ്ട്, കെട്ടിടമുണ്ട്, സൗകര്യങ്ങളുണ്ട്, കച്ചവടമുണ്ട്. നിന്റെ തൊട്ടയൽവക്കത്ത് താമസിക്കുന്നവൻ ഇതൊന്നുമില്ലെങ്കിൽ അവനോട് ചോദ്യമില്ല. ചോദ്യം നിന്നോടാണ്. നിന്റെ ഭാര്യയുടെ കടമകൾ നീ ചെയ്തോ? മക്കളോടുള്ള കടപ്പാടുകൾ ചെയ്തോ? വീട് കിട്ടിയിട്ട് നീ നന്ദി കാണിച്ചോ? നിന്റെ കുടുംബത്തിനോടുള്ള ഹക്ക് പാലിച്ചോ? കച്ചവടം നല്ലവണ്ണം ചെയ്തോ? ഫ്രീ മൈൻഡ്, ഭയങ്കര സംഭവങ്ങൾ. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാവട്ടെ. മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ കയറിയപ്പോ ഇല്ലാ സൈഫഹു വതുർസഹു വരിഹ്ലാ, ആകെയുള്ള ഒരു വാള്, ഒരു പടയങ്കിയുമുണ്ട് പുതച്ച് കിടക്കാൻ, ഒരു റൂമുമുണ്ട് പുതച്ച് കിടക്കാൻ, ഒരു പുതപ്പുമുണ്ട്. നേരത്തെ പറഞ്ഞ അതേ ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, അബൂ ഉബൈദ, ഡ്രസ് എടുത്താ മതിയാവൂല നമുക്ക്, ചെരുപ്പെടുത്താ മതിയാവൂല നമുക്ക്, വാഹനങ്ങൾ ഒന്ന് വാങ്ങിയാലും പുതിയ മോഡൽ കാണുമ്പോ പിന്നെയും അതിന്റെ പിന്നാലെ പരക്കം പായുകയാണ്. വീട് വെച്ചിട്ടും പിന്നെ മോടി കൂട്ടാൻ വേണ്ടി വെച്ച വീട് വെറുതെ പൊളിച്ചിട്ട് വീണ്ടും കെട്ടിപ്പൊക്കുന്നവര് അനാമത്തായിട്ട് പൈസ ചെലവാക്കുന്നു. ഒരു പറയുന്ന ന്യായം ഞങ്ങളുടെ കയ്യിൽ കാശുള്ളത് കൊണ്ടല്ലേ എന്ന്. എടാ, കാശ് നിന്റെ കയ്യിലുള്ളത് നിന്റെ തോന്നിവാസം കാണിക്കാനല്ല, നിന്റെ കയ്യിലുള്ള ബാങ്ക് ബാലൻസ് മുഴുവനും നിനക്ക് അറുമാദിച്ച് തീർക്കാൻ വേണ്ടിയല്ല പടച്ചതമ്പുര നിനക്ക് തന്നത്. അങ്ങനെ ചെയ്തു തന്നാൽ, അങ്ങനെ നീ അനുഭവിച്ചു തീർത്താൽ പടച്ചവനാണ് വല്ലാഹിയാണ്, തലമുറയ്ക്ക് അനുഭവിക്കാൻ അല്ലാഹു ബാക്കി വെക്കൂല. ഇത് സുഫിയാൻ ബാഖവിയുടെ വാക്കല്ല, ഇത് പടച്ചതമ്പുരാൻ അവന്റെ ഖുർആനിലൂടെ പഠിപ്പിച്ചതാണ്. ഒരു വാളേ ഉള്ളൂ. അബൂ ഉബൈദയോട് ചോദിച്ചു ഉമർ റളിയല്ലാഹു അൻഹു, എന്തെങ്കിലും കുറച്ച് കാര്യം കൂടി വാങ്ങി വെച്ചൂടെ അബൂ ഉബൈദ? വീട്ടിൽ ഒരു കട്ടില്, കുറച്ച് പാത്രങ്ങൾ, ഒരു അടുപ്പ് വെച്ചുകൂടെ അബൂ ഉബൈദ? യാ അമീറൽ മുഅ്മിനീൻ, ഇന്ന ഹാദാ സയുബല്ലിഗുനൽ മഖീൽ. ഇത് മതി ഉമറേ, ഇനിയൊരു പാത്രത്തിന്റെയും ആവശ്യം മരണം വരെ അബൂ ഉബൈദക്കില്ല. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ കഴിയാത്ത, ഞാനും നിങ്ങളും ഇല്ലാത്ത ഒരു കടയിൽ കയറിയ ഇപ്പോഴത്തെ സൂപ്പർ മാർക്കറ്റുകളുടെ സ്വഭാവങ്ങൾ തന്നെ നിരത്തി വെച്ചിരിക്കുകയാണ്. കയറി അറുമാദിച്ചിട്ട് പോകും. വന്ന ബില്ലിനെ കുറിച്ചൊരു ഭയം പോലും ഇല്ലാത്ത ഞാനും നിങ്ങളും എങ്ങനെയാണ് സഹോദരങ്ങളെ അബൂ ഉബൈദ പോകുന്ന സ്വർഗം വാങ്ങുക? ആഡംബരങ്ങളും ആർഭാടങ്ങളും കുറയ്ക്കണേ മനുഷ്യരെ. അല്ലാഹു നമുക്ക് ഈമാൻ തരട്ടെ. അദാബ് വരുന്നതിന് മുമ്പ് ചിന്തിക്കണേ. അല്ലാഹു ഖുർആനിൽ പറഞ്ഞ വാക്ക് അമർനാ മുത്റഫീഹാ. ഒരു രാജ്യം തകരാനുള്ള കാര്യം ആ രാജ്യത്തിന്റെ ഭരണസിരാ കേന്ദ്രത്തിൽ ഇരിക്കുന്നവരാണ്. ഒരു സംവിധാനം തകരാൻ കാരണം, ഒരു സംവിധാനം നശിക്കാൻ കാരണം അതിന്റെ ഭരണവും അതിന്റെ ഉത്തരവാദിത്വവും ഏറ്റെടുത്ത ആളുകൾ തന്നിഷ്ടക്കാരായി മാറുമ്പോഴാണ് അതിൽ പ്രശ്നങ്ങളും സങ്കീർണതകളും പ്രതിസന്ധികളും ഉണ്ടാകുന്നത്. ഖുർആൻ. അല്ലാഹു നമുക്ക് ഈമാൻ തരട്ടെ.